السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ആണ്ടിന്റെ സമയമാണ്. റജബ് മാസം 6-നാണ് മഹാനവർകളുടെ വഫാത്ത്. ഇന്ത്യ രാജ്യത്ത് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് എന്ന പേരിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇന്നും ആ പദവി വഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതത്തോടുകൂടെ കാണാൻ സാധിക്കും വിധത്തിൽ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മഹാനവറുകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും അതേപോലെ അവരെക്കുറിച്ചുള്ള നമ്മുടെ അറിവുമൊക്കെ അവബോധവുമെല്ലാം പരമാവധി നന്നാക്കിയെടുക്കുന്നത്, എല്ലാ മഹാന്മാരെക്കുറിച്ചും നന്നായി അറിയാൻ ശ്രമിക്കുന്നത് അവരോടുള്ള മഹബത്തിന്റെ വർധനവിന് നമുക്ക് ഹേതുവാകുന്ന, കാരണമാകുന്ന യാഥാർത്ഥ്യമാണ്. അവരോടുള്ള മതിപ്പും ഇഷ്ടവും എത്രത്തോളം നമ്മുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് ആത്മീയമായ ഉന്നതിയിലേക്ക് നമുക്ക് കൂടി സഞ്ചരിക്കാനുള്ള അവസരമുണ്ടാകും. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരണീയമായ ചിഹ്നങ്ങളെ ആദരിക്കണം. അത് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് ഹൃദയത്തിൽ ഭക്തി ഉണ്ട് ഒരാൾക്ക് എന്നതിന്റെ തെളിവുകളിൽ പ്രകടമായി നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈമാനുള്ളവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് വല്ലാത്ത മതിപ്പും അതേപോലെ ബഹുമാനവും ഉണ്ടാകും. വിശ്വാസം നഷ്ടപ്പെട്ട് തീരെ വിശ്വാസമില്ലാത്ത കുഫറിന്റെയോ അല്ലെങ്കിൽ കാപഢ്യത്തിന്റെയോ സാഹചര്യത്തിൽ മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് മഹാന്മാരോട്, ഔലിയാക്കളോട്, സാലിഹ്യങ്ങളോട് അശേഷം മതിപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരെ പരമാവധി വില കുറച്ച് കാണിക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നതിന് ആവശ്യമായിട്ടുള്ള ആലോചനകളും അതേപോലെ ചിന്താഗതികളുമായിരിക്കും അവർ കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെ ആ മഹാന്മാർക്ക് പ്ലസ് പോയിന്റായി പരിഗണിക്കപ്പെടാവുന്ന വല്ല സംഗതികളും കേൾക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാതിരിക്കാനും നിരാകരിക്കാനും അതിനള്ളുവെക്കാനും എന്തെങ്കിലും സാധിക്കുമോ എന്ന ഒരു റിസർച്ചിനായിരിക്കും അത്തരക്കാരായ ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരും അള്ളാഹു ആദരവ് നൽകിയ അവന്റെ ഇഷ്ടദാസന്മാരോട് കറകളഞ്ഞ മഹബത്തും അവരോടുള്ള ശക്തമായ ഇഷ്ടവും കൊണ്ടു നടക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല നമുക്ക് അவ்விധത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും പാകപ്പെട്ട ഒരു മനസ്സു തന്നു. അള്ളാഹു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ മനസ്സ് അള്ളാഹു തആല നമുക്ക് എന്നും നിലനിർത്തി തരികയും കൂടുതൽ പുരോഗതിയിലേക്ക് ഇത് അള്ളാഹു എത്തിക്കുകയും ഈ മഹാന്മാരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ നല്ല വാക്കുകൾ അവരുടെ മദതും സഹായവും നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി അള്ളാഹു തആല കബൂൽ ചെയ്യുകയും ചെയ്ത് അവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനരായ ഖാജ തങ്ങൾ ഖുറാസാൻ എന്ന് പറയുന്ന നാട്ടിലെ സഞ്ചർ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ അഥവാ സാദാത്തുക്കളുടെ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ പരമ്പരയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരമ്പരയിൽ തന്നെയാണ് മഹാനവർകൾ ജനിക്കുന്നതും വളരുന്നതും. തനിക്ക് 15 വയസ്സ് പ്രായമാകുമ്പോൾ തന്റെ പിതാവ് മരണപ്പെടുകയും അങ്ങനെ തനിക്ക് പിതാവിൽ നിന്നൊരു സമ്പാദ്യമായി അല്ലെങ്കിൽ അനന്തരമായി ലഭിച്ചത് ഒരു തോട്ടമായിരുന്നു. ആ തോട്ടത്തിൽ ജോലി ചെയ്യുകയും ജീവിത സന്ധാരണത്തിന്റെ മാർഗങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം അന്ന് അത്രേ തനിക്ക് ചിന്തയുള്ളൂ. അതായത് ഈ ജോലി ചെയ്യണം, കൃഷികളൊക്കെ നന്നായി വളരുന്നുണ്ടോ എന്ന് നോക്കണം, വിളവെടുപ്പിന്റെ സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ചിന്തയിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് ഒരു ദിനം തന്റെ ഈ തോട്ടത്തിലേക്ക് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു എന്ന് പേരുള്ള ഒരു മജ്ദൂബായ വലിയ കയറി വന്നു. അദ്ദേഹം കയറി വന്നപ്പോ ഒരാൾ മജ്ദൂബാണ്, അപ്പോ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയ മതിപ്പൊന്നും തോന്നണമെന്നില്ല. മാത്രമല്ല മുടിയൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിലൊക്കെ ഉള്ള ഒരാള്, കുളിക്കാതെ അലക്കാതെ ഒക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായും പലരും
അദ്ദേഹത്തെ പരിഹസിക്കാനോ അല്ലെങ്കിൽ മതിപ്പ് കുറവോടുകൂടെ പരിഹാസത്തിന്റെ നോട്ടം നോക്കാനോ ഒക്കെ ആയിരിക്കും സമയം കണ്ടെത്തുക. പക്ഷേ ആ മഹാൻ തന്റെ തോട്ടത്തിലേക്ക് കയറി വന്നപ്പോൾ അത്യാദരവോടുകൂടെ മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളവർകൾ ഈ കയറി വന്ന അതിഥിയെ നന്നായി സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ സൽക്കരിക്കാൻ ഈത്തപ്പഴം അതിന്റെ കുലയോടുകൂടെ തന്റെ മുന്നിലേക്ക് വെച്ചുകൊടുക്കുകയും ചെയ്തു. അതിഥിയായി കയറി വന്ന തനിക്ക് ആതിഥേയം നൽകിയിട്ടുള്ള ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴം മഹാനവർകൾ ഇബ്രാഹിം ഖന്ദൂസി തങ്ങൾ കഴിക്കുകയും എന്നിട്ട് തന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണമെടുത്ത് അത് വായിലിട്ട് ചവച്ച് മഹാനായ ഷെയ്ഖ് സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്വാഭാവികമായും സൗഭാഗ്യം വരുന്ന വഴികളാണ് നമ്മൾ കാണുന്നത്. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ പൊതുവിൽ മജ്ദൂബായ അല്ലെങ്കിൽ അത്ര തന്നെ നമ്മൾ അത്ര തന്നെ ക്ലീനാണെന്ന് നമ്മൾ വിശ്വസിക്കാത്ത ഒരാളുടെ വായിലിട്ട് ചവച്ച ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം അതിനോട് അല്ലെങ്കിലേ മതിപ്പും കുറവും അതേപോലെ തന്നെ അവഗണനയും തോന്നാനാണ് സാധ്യത. പക്ഷെ അല്ലാഹു തആല തൗഫീഖും ഭാഗ്യവും നൽകിയപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവരുടെ ഒരിക്കലും തന്നെ ബാഹ്യമായ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ടല്ല ഒരാൾക്ക് നമ്മൾ മാർക്കിടേണ്ടത്. യഥാർത്ഥത്തിൽ അയാളുടെ മനസ്സെങ്ങനെയുണ്ട്, അള്ളാഹുവിൽ അദ്ദേഹത്തിന് എത്രമാത്രം സ്വീകാര്യതയുണ്ട് എന്നത് ആസ്പദമാക്കിയായിരിക്കണം വാസ്തവത്തിൽ ഒരു വിശ്വാസി ഒരാൾക്ക് മാർക്കിടേണ്ടത്. അപ്പൊ അത് അയാൾക്ക് എത്ര മാർക്ക് പഠിച്ചവന്റെ അടുത്തുണ്ട് നമുക്കറിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം. അതിനു പകരം ബാഹ്യമായി കാണുന്ന വേഷങ്ങളുടെ അവസ്ഥ കണ്ട് ഇയാൾ കഥയില്ലാത്തവനാണെന്നോ ഭ്രാന്തനാണെന്നോ പറഞ്ഞ് ആളെ കളിയാക്കാൻ ശ്രമിക്കുന്ന ഭാഗ്യം കെട്ടവർ എത്രയോ അനാവശ്യമായി തീക്കൊള്ളികൊണ്ട് തലചൊറിയുക എന്ന് പറഞ്ഞതുപോലത്തെ അബദ്ധത്തിലേക്ക് ചെന്നു ചാടാറുണ്ട്. ഏതായാലും മഹാനായ സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ ഈ ഇബ്രാഹിം ഖന്ദൂസി എന്നവർ വായിലിട്ട് ചവച്ച് തനിക്ക് നൽകിയ ബർക്കത്തിന്റെ ഭക്ഷണം അത് താൻ ആവേശത്തോടുകൂടെ അത്യാദരവോടുകൂടെ കഴിച്ചു. അത് കഴിച്ച് അത് തന്റെ വയറ്റിലെത്തിയതോടുകൂടെ തന്നെ തന്റെ സ്വഭാവത്തിന് വല്ലാത്ത മാറ്റം. മഹാനവറുകളെക്കുറിച്ച് ചരിത്രം പറയുന്നു, ഫഅകലഹു വഖലബ അലൈഹി സുഹൂദ് വൽ വറഉ. അത് കഴിച്ചു കഴിഞ്ഞതോടുകൂടെ തന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയാണ്. മഹാനായ ഷെയ്ഖ് സുൽത്താനുൽ ഹിന്ദ് തങ്ങൾക്ക് ഭൗതിക ലോകത്തോട് വിരക്തി തോന്നുകയും ദുനിയാവിന്റേതായിട്ടുള്ള പ്രൗഢികളിലൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ വരികയും സൂക്ഷ്മതയുടെ ആൾരൂപമായി ജീവിക്കണമെന്നൊരു ഉത്കടമായ ആഗ്രഹം മനസ്സിൽ നിന്ന് പതഞ്ഞു പൊങ്ങുകയുമാണ്. അപ്പോൾ മഹാനവറുകൾ ആദ്യം തന്നെ ചെയ്യുന്നത് തനിക്ക് അന്ന് പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ തോട്ടം അത് ഫക്കീർ മിസ്കീന്മാരായിട്ടുള്ള സാധുക്കൾ, മനുഷ്യരുടെ സഹായവും കെയറും പ്രത്യേകം ആവശ്യമുള്ള അധസ്ഥിതരായിട്ടുള്ള സമൂഹം, ആ സമൂഹത്തിന്റെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി വഖഫ് ചെയ്യുകയും തോട്ടത്തിന്റെയും അതേപോലെ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകൾ മുഴുവനും ഉപേക്ഷിച്ച് മഹാനവറുകൾ ഇൽമ് പഠിക്കാനും അതേപോലെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാനും മതപരമായ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും താൻ ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുന്നു. അത് സാധുക്കൾക്ക് വഖഫ് ചെയ്ത് തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ ഇൽമ് തേടാൻ വേണ്ടി ഖുറാസാൻ പട്ടണത്തിലേക്ക് മഹാനവറുകൾ പുറപ്പെടുകയും പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പിന്നീട് ബുഖാറ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഹിസാബുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മതപാഠശാലയിൽ ചേരുകയും അദ്ദേഹത്തിൽ നിന്ന് തഫ്സീറും ഹദീസും ഫിഖ്ഹും അതേപോലെ തന്നെ മറ്റു ബാഹ്യമായ വിജ്ഞാന ശാഖകളിലെ എല്ലാ വിഷയത്തിലും പ്രാവീണ്യം നേടുകയും ചെയ്തു. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശ്രദ്ധക്ക് വിഷയീഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മഹാനവറുകൾ മഹാന്മാരായിട്ടുള്ള ഔലിയാക്കളെ സന്ദർശിക്കാൻ, ജീവിച്ചിരിക്കുന്നവരുടെ അടുത്ത് ഫിസിക്കലി അവരുമായി ബന്ധം പുലർത്താനും മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ഹലറത്തിലെത്തി അവരുടെ മക്ബറകൾ സന്ദർശിക്കാനും അതേപോലെ അവരുടെ സന്നിധിയിൽ അവർ ഉറങ്ങുന്ന സ്ഥലത്ത് അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് അവരുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. ഇഷ്ടദാസന്മാരായ അള്ളാഹുവിന്റെ മഹാന്മാരെ സന്ദർശിക്കാൻ സിയാറത്ത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദ്വാരക്കൽ മാത്രമല്ല അവരിൽ നിന്ന് നമുക്ക് ചില നേട്ടങ്ങൾ കിട്ടാനുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് പരിഷ്കർത്താവ് എന്ന് ആർക്കും തർക്കമില്ലാത്ത ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിലും ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തഹ്ഫയിലുമൊക്കെ രേഖപ്പെടുത്തിയത് കാണാമല്ലോ നമുക്ക്. ആ മഹാന്മാരായ ആളുകളെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ യസ്ലു മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ ലാ യുൻകിറുഹു ഇല്ലൽ മഹറൂമൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ സിയാറത്ത് ചെയ്യുമ്പോൾ
അവരിൽ നിന്ന് ചില ആത്മീയമായ സഹായങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വന്നു ചേരാനുണ്ട്. അതിനെ നിഷേധിക്കുന്നവർ, അഥവാ ഏത് മഹാന്റെ ഖബറിന്റെ അടുത്തേക്ക് നമ്മൾ പോണതും അവിടുന്നൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല, നമ്മൾ അവർക്ക് വേണ്ടി ദ്വാർന്നിട്ട് ഓലൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് എന്ന അർത്ഥത്തിൽ പ്രസംഗിക്കുന്ന ആളുകളെ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ മഹാന്മാരുടെ അടുത്തുനിന്ന് നമുക്ക് ആത്മീയ സഹായങ്ങൾ ഇങ്ങോട്ട് ലഭിക്കും. ആ ലഭിക്കുന്നതിനെ ലാ യുൻകിറുഹു ഇല്ലൽ മഹറൂമൂൻ, അള്ളാഹുവിന്റെ സൗഭാഗ്യം തടയപ്പെട്ട, തൗഫീഖ് തടയപ്പെട്ട, ഗുരുത്തം കെട്ടവരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ ഔലിയാക്കളെയൊക്കെ സന്ദർശിച്ച് അവരിൽ നിന്നൊക്കെ ആത്മീയമായിട്ടുള്ള ഒരുപാട് മദതുകൾ, നേട്ടങ്ങൾ ഇങ്ങോട്ട് സ്വായത്തമാക്കാനുള്ള പ്രവർത്തനത്തിൽ മഹാനവറുകൾ നിരന്തരമായി മുഴുകുകയും പിന്നീട് തനിക്ക് സ്വപ്നത്തിലും അല്ലാതെയുമുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ചില സൂചനകൾ, ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാറൂൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് മഹാനായ സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ നീങ്ങുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് മഹാനരായ ഇമാമുൽ ഔലിയ സുൽത്താനുൽ ആരിഫീൻ അഷീഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ, ആത്മീയ രംഗത്ത് കിരീടം വെക്കാത്ത രാജാവായി അന്ന് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിലേക്കാണ് ബഹുമാനപ്പെട്ടവർ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ തന്റെ പുതിയ ശിഷ്യനെ നല്ല സന്തോഷത്തോടുകൂടെ, അതിലേറെ കാരുണ്യത്തോടുകൂടെ സ്വീകരിച്ചു. അതും വെറുതെ സ്വീകരിക്കുന്നതല്ല, ചരിത്രം പറയുന്നുണ്ട് ബിഹസബിൽ ഇഷാറാത്തിൽ ഖുദ്സിയ്യ, ആത്മീയമായിട്ടുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ആ അർത്ഥത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നത്. അങ്ങനെ തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ നിയന്ത്രണത്തിലും അതേപോലെ ശിക്ഷണത്തിലും മഹാനവറുകൾ നീണ്ട 20 വർഷം ഹാറൂൻ പട്ടണത്തിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ആ ഹാറൂൻ പട്ടണത്തിൽ 20 കൊല്ലം കഴിച്ചുകൂട്ടുമ്പോൾ ഭൗതിക ഭൗതികമായ സന്തോഷങ്ങൾ, സുഖങ്ങൾ അതിലൊന്നും തീരെ ശ്രദ്ധിക്കാതെ തന്റെ ശരീരത്തെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിലായി ക്രമീകരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ മഹാനവറുകൾ നടത്തിക്കൊണ്ടിരുന്നു. ചരിത്രം പറയുന്നുണ്ട്, ജാഹത്ത നഫ്സക ഫീ മൗലാക നായിലഹു ബിൽ വസ്ലി വൽ ഖുർബി ലിർറഹ്മാനി ബിൽ കറമി بايعت شيخا يربي قد ظفرت به مملوء تزكية قدما على قدمي رباك تربية زكاك تزكية نلت المعالي جما منه بالقسم نظرت للعرش والكرسي بالكشف وسدرة المنتهى واللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി, അവന്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പാട് സഹിക്കാനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും മഹാൻ തയ്യാറായെന്ന് മാത്രമല്ല, മഹാനായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു എന്ന മുറബ്ബിയായ ഷെയ്ഖിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിലും തർബിയത്തിലും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനും അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അത്ഭുതങ്ങളുടെ കേന്ദ്രങ്ങളായ അർശും കുർസിയും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അത് കാണാനും അതിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുമൊക്കെയുള്ള ഉന്നതമായ അവസ്ഥകൾ തനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 20 കൊല്ലം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ തന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയപ്പോൾ ഒരു ദിനം മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് തങ്ങളോട് പറയാണ്, ജദ്ദിദ് വുളൂഅക വസല്ലി റകഅത്തൈൻ, നിങ്ങളൊരു വുളൂ എടുത്തിട്ട് 2 റകഅത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഫാത്തിഹ 1 തവണയും സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണയും ഓതുക. രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹ 1000 തവണയും സൂറത്തുൽ ഇഖ്ലാസ് 1 തവണയും ഓതുക. അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചു ആ രൂപത്തിൽ. നിസ്കാരം കഴിഞ്ഞോ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 101 തവണ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞു. ആ സ്വലാത്തും ചൊല്ലി. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, ഇന്നക വസൽതൽ ആന ഇലാ മഖഅദ് സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, ഉന്നതമായ സ്ഥാനത്തേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന ഒരു നല്ല സ്ഥാനത്തേക്ക് ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയും പ്രത്യേകമായിട്ടുള്ള സ്ഥാനവസ്ത്രം മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഗുരു തന്റെ ശിഷ്യനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾക്ക് ധരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒരു ദിനം എല്ലാവരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും സതീർത്ഥ്യരിൽ നിന്നുമെല്ലാം വിട്ട് നിങ്ങൾ ഖൽവത്തിൽ ഒറ്റക്ക് ഏകാന്തനായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇരിക്കുന്ന അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ 1000 തവണ അത് പാരായണം ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ആകാശത്തേക്കൊന്ന് തല ഉയർത്തി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ മഹാനവറുകൾക്ക് എല്ലാ വിധത്തിലുള്ള മറകളും നീങ്ങി
ആകാശലോകങ്ങളിലെ അത്ഭുതപരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കാണാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണിന് അത് സാധാരണക്കാരന്റെ കണ്ണിന്റെ പരിമിതികളില്ലാതെ പലതും കാണാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പുലർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നീട് മഹാനവറുകൾ താഴോട്ട് നോക്കാൻ പറഞ്ഞു. താഴോട്ട് നോക്കിയപ്പോൾ ഭൂമിക്കടിയിലും അത്ഭുതകരമായിട്ടുള്ള പല സംഭവങ്ങളും കാണാനുള്ള അവസരമുണ്ടായി. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പിന്നെയും പറഞ്ഞു, നിങ്ങൾ പോയി ഇനിയും 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ പറഞ്ഞു. 1000 തവണ ഖുൽ ഹുവല്ലാഹു ഓതി. അത് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കണ്ണൊന്ന് ചിമ്മണം. ചിമ്മി പിന്നെ തുറക്കാൻ പറഞ്ഞു. തുറന്നു. അപ്പോ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മഹാനവറുകളോട് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഇന്നി അറൽ അവാലിമ 18 18 ലോകങ്ങളും അത്യത്ഭുതകരമായിട്ടുള്ള ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും രഹസ്യങ്ങളും അതെല്ലാം എനിക്ക് ഈ ഒരു കണ്ണുചിമ്മലിൽ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, ചമ്മ അമ്രുക്കവക്കമുല ശഅനുക്ക്, നിങ്ങളുടെ കാര്യം പൂർത്തിയായിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട സംഗതികളെല്ലാം പൂർണ്ണമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി അതാ കിടക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ, ആ കല്ലെടുത്തു വരൂ എന്ന് പറഞ്ഞു. ആ കല്ലുമായി വന്നു. അപ്പോൾ അത് സ്വർണമായി മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കറാമത്തിന്റെ ഒരു രൂപമാണത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സ്വർണമായി മാറിയിരിക്കുന്നു. ആ സ്വർണത്തിന്റെ വലിയൊരു ഒരു കട്ട, നേരത്തെ ഒരു കല്ലായിരുന്നെങ്കിൽ അത് സ്വർണ്ണക്കട്ടയായിട്ട് മാറുമ്പോൾ അത് നൽകിയിട്ട് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് സാധുക്കളായിട്ടുള്ള ഫക്കീറന്മാരും മിസ്കീന്മാരും ഒക്കെ ആയിട്ടുള്ള ആവശ്യക്കാരെ കണ്ട് അവർക്ക് ചെലവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെലവാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, സാധുക്കളെ സഹായിക്കുക എന്നൊരു ഒരു സാന്ത്വനത്തിന്റേതായിട്ടുള്ള ഒരു സന്ദേശം, ആ സന്ദേശം അന്ന് മഹാനായ സുൽത്താനുൽ ഹിന്ദ് തങ്ങൾക്ക് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഒരു അനുവാദം കൊടുത്തു. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നവും അതേപോലെ അവർക്കാവശ്യമുള്ള എല്ലാ ആവശ്യങ്ങളും തന്റെ മസാറിന്റെ പരിസരത്ത്, അജ്മീറിലെ ആ അനുഗ്രഹീതമായിട്ടുള്ള പ്രദേശത്തിന്റെ പരിസരത്ത് ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് നിരന്തരം ഈ സാന്ത്വന സ്പർശം ഏറ്റുവാങ്ങാൻ അവസരമുണ്ടാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അജ്മീറിലെ ചെമ്പ് എന്ന് നമ്മൾ സാധാരണ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിൽ പറയാറ് തന്നെ ഉണ്ടല്ലോ. അപ്പൊ നോക്കൂ, ഇന്നും ആ ഒരു സാധുക്കളെ സഹായിക്കുക എന്ന പ്രക്രിയ അഭംഗുരം അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിനുശേഷം മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളും അതോടൊപ്പം സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളും കൂടി ഹറമൈനിയിലേക്ക് മക്കയും മദീനയും സന്ദർശിക്കാൻ, ഉംറയും അതേപോലെ തന്നെ സിയാറത്തും നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആദ്യം മക്കയിലെത്തി തവാഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ തന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ സുൽത്താനുൽ ഹിന്ദ് തങ്ങൾക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മീയ രംഗത്തുള്ള ഉയർച്ചക്കും ആവശ്യമായ എല്ലാ വിഷയങ്ങളിലും പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലുള്ള സന്ദേശവും ആത്മീയമായി അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് അവിടത്തേക്ക് സലാത്തും സലാമും പറയുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹുജറ ഷരീഫയിൽ നിന്ന് നേരിട്ട് സലാം മടക്കുന്നത് കേൾക്കാൻ പറ്റും വിധത്തിലുള്ള ആത്മീയമായ അടുപ്പം അവർ തമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്നത് മഹാഭാഗ്യമായി നമ്മൾ കാണണം. ഏതായാലും സിയാറത്തും കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ ബഗ്ദാദിലേക്ക് മടങ്ങി. അങ്ങനെ ബഗ്ദാദിലെത്തിയതിനു ശേഷം മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ തനിക്ക് തന്റെ ഗുരുവര്യന്മാരിൽ നിന്ന് ചിശ്തിയ ത്വരീഖത്തിന്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അതിന്റെ വലായിഫുകളുമെല്ലാം തനിക്ക് ലഭിച്ചിട്ടുള്ള അതേപോലെ തന്റെ ശിഷ്യനായിട്ടുള്ള സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളെ മഹാനവറുകൾ പ്രത്യേകമായി ഇജാസത്ത് നൽകി ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനവസ്ത്രങ്ങൾ നൽകുകയും അതേപോലെ തന്നെ ഖലീഫ എന്ന സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തുകയും അതുപോലെ പ്രത്യേകമായിട്ടുള്ള വസിയ്യത്തുകൾ പലതും നൽകി. സാധാരണഗതിയിൽ ശാരീരികമായി തന്നെ ഈ മഹാന്മാരായ മശായിഖുമാർ ചിശ്തിയ ത്വരീഖത്തിന്റെ മശായിഖുമാർ അവർ സാധാരണ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഖിലാഫത്തും അധികാരവും കൈമാറുന്ന സമയത്ത് ചെയ്യാറുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അതേപോലെ തന്നെ അവർ പാലിക്കുന്ന എല്ലാ കാര്യങ്ങളും അദബുകളും അതെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ സംഗതികളും കൈമാറി. അതിനുശേഷം മഹാനവറുകൾ ഷെയ്ഖവറുകളുടെ അഥവാ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഉപദേശമനുസരിച്ച് ഖാജ തങ്ങൾ പ്രവർത്തിക്കുകയും മഹാന്മാരായ ധാരാളം ഔലിയാക്കളെ വീണ്ടും സിയാറത്ത് ചെയ്യാനും ജീവിച്ചിരിക്കുന്നവരെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങാനും ശ്രമിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരുപാട് മഹാന്മാർ തന്നെ ഇങ്ങോട്ട് വന്ന് കാണാനും
ഒരുപാട് മഹാന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കാണാനും ഖാജ തങ്ങൾക്ക് അവസരമുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അങ്ങനെ അതിനുശേഷം മഹാനായ ഖാജ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒട്ടനവധി മഹാന്മാരെ സന്ദർശിച്ച് അവരുമായുള്ള ബന്ധം പുലർത്തി, അതേപോലെ ധാരാളം ആളുകൾക്ക് തന്നിലൂടെ ആത്മീയമായിട്ടുള്ള വെളിച്ചം അങ്ങോട്ട് പകർന്നു കൊടുത്ത് തന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടക്കാണ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഹർക്കാൻ എന്ന നാട്ടിലേക്ക് ചെല്ലുകയും അവിടെ അബുൽ ഹസനുൽ ഹർക്കാനി റളിയല്ലാഹു അൻഹു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന അബുൽ ഹസനുൽ ഹർക്കാനി റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്താണ് അവിടെ എത്തുന്നത്. 2 വർഷത്തോളം അവിടെ താമസിക്കുന്നു. അതിനുശേഷം ഉസ്തറാബാദ് എന്ന നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അവിടെ നാസറുദ്ദീനുൽ ഉസ്തറാബാദി തങ്ങളെ സന്ദർശിക്കാനും അവരുടെ കൂടെ കൂടാനും തീരുമാനിച്ചു. അതിനുശേഷം സബ്സുവാർ എന്ന നാട്ടിലേക്ക് ചെല്ലുന്നു. സബ്സുവാർ എന്ന നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് യാദ്കാർ എന്ന ആളും അദ്ദേഹത്തിന്റെ അനുയായികളും റാഫിളി വിഭാഗം എന്ന് പറയുന്ന കടുത്ത പുത്തൻവാദികളായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരുമായി സ്വാഭാവികമായും ഷെയ്ഖ് ഖാജ തങ്ങൾക്ക് സ്വാഭാവികമായും ആശയപരമായ സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വിധേയകളായിട്ടുള്ള ചില ആൾക്കാര് ഖാജ തങ്ങള് ഷിയഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് കടുത്ത കല്ല് വെച്ച നുണ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ റാഫിളികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ ഒരു വകഭേദമാണ്. ആ വകഭേദത്തിന്റെ ആളുകളായിട്ടുള്ള രാജാവിനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും പടവെട്ടിയ, എന്നിട്ട് ആ മുഹമ്മദ് യാദ്കാർ എന്ന് പറയുന്നവരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഖാജ തങ്ങളുടെ നിരന്തരമുള്ള പ്രബോധനത്തിന്റെ ഫലമായി പശ്ചാത്തപിച്ച് തന്റെ റൂട്ടിലേക്ക് കടന്നു വന്നത് ആണ് ചരിത്രം. എന്നിട്ടും ഇவ்விധത്തിൽ കല്ലുവെച്ച കള്ളം പറയാൻ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്തവരുടെ കാര്യം കഷ്ടം എന്നേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇടക്കൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ഏതായാലും അവിടുന്ന് പിന്നീട് ബൽഖ എന്ന നാട്ടിലേക്കും അവിടെ കുറെ കാലം താമസിച്ചതിന് ശേഷം അവിടെയും പലരും ഇസ്ലാമിന്റേതായിട്ടുള്ള ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയ പലരും പശ്ചാത്തപിച്ച് നന്നാവുകയും അവരിലൂടെയൊക്കെ അവർക്കൊക്കെ ആത്മീയമായ വെളിച്ചം നൽകാൻ ഷെയ്ഖ് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ ഉന്നതമായ അവസ്ഥകളിലേക്കൊക്കെ ഷെയ്ഖ് ഖാജ തങ്ങൾ എത്തിയപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ ഖാജ തങ്ങൾക്ക് വീണ്ടും സന്ദേശം നൽകുന്നു. അഥവാ ഖാജ തങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ വരണം മദീനയിലേക്ക്. അങ്ങനെ ഹറമൈനിയിലേക്ക് പുറപ്പെടുകയും മക്കയിലെത്തി തവാഫ് നിർവഹിച്ച് ആ തവാഫിൽ തനിക്കും തന്റെ ശിഷ്യഗണങ്ങൾക്കും ഈ ആത്മീയ വഴിയിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സ്വീകാര്യതക്കും പൊരുത്തത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയും അത് സ്വീകരിക്കപ്പെട്ടു എന്ന സന്ദേശം മഹാനവർക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും പിന്നീട് മദീനയിലെത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജ തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അൻത വലിയുൽ ഹിന്ദി വസുൽത്താനുഹ, ഇന്ത്യയുടെ ഔദ്യോഗിക വലിയും അതേപോലെ ഇന്ത്യയുടെ രാജാവുമാണ് തങ്ങൾ എന്ന് ഖാജ തങ്ങളെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങോട്ടുള്ള അജ്മീർ നാടിന്റേതായിട്ടുള്ള മാപ്പും മറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ആത്മീയമായി കാണാനുള്ള അവസരം ഖാജ തങ്ങൾക്കുണ്ടായി. ഖാജ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാക മസ്കനുക മദ്ഫനുക, അവിടെയാണ് നിങ്ങളുടെ താമസം, അവിടെ തന്നെയായിരിക്കും നിങ്ങൾ മറവിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നതുമെന്ന്. അങ്ങനെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഖാജ തങ്ങൾ. ഡമസ്കസ് വഴി ഷാദ്മാൻ, ബൽഖ, ബുഖാറ, ഗസ്നീൻ, കാന്തഹാർ അടക്കമുള്ള ഒട്ടനവധി പ്രദേശങ്ങളിലൂടെ മഹാനവറുകളുടെ യാത്ര ഇന്ത്യയിലേക്കാണ് ടാർഗറ്റെങ്കിലും ഒരുപാട് നാടുകളിലൂടെ കടന്നു വരുന്നു. അവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ഔലിയാക്കളെ നേരിട്ട് കണ്ടും മഹാന്മാരെ സിയാറത്ത് ചെയ്തും ഈ ആത്മീയമായ പടയോട്ടത്തിന്റെ വഴിയിൽ അവരുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള മോറൽ സപ്പോർട്ട് അത് കിട്ടാനാവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം മഹാനവറുകൾ മുഴുകുന്നു. അങ്ങനെ ലാഹോർ എന്ന് പറയുന്ന ഇപ്പൊ അവിഭക്ത ഇന്ത്യയുടെ ഭാഗമാണല്ലോ ലാഹോറൊക്കെ, ആ ലാഹോറിലേക്ക് മഹാനവറുകൾ എത്തുന്നു. അലിയുൽ ഹജൂരി എന്ന് പറയുന്ന മഹാന്റെ വഫാത്തിന്റെ ഉടമയായിരുന്നു അത്. അദ്ദേഹത്തെ ദാദാ കഞ്ചു ബക്ഷി എന്ന പേരിലാണ് അലിയുൽ ഹജൂരി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്ത് നടന്ന ഉടനെയാണ് അവിടെ എത്തുന്നത്. അവിടെ കുറച്ചു കാലം താമസിക്കുകയും പിന്നീട് പൃഥ്വിരാജൻ എന്ന് പറയുന്ന അജ്മീറിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ രാജപരിധിയുടെ കീഴിലേക്ക് മഹാനവറുകൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഈ അജ്മീറിന്റെ പൃഥ്വിരാജന്റെ അധികാരപരിധി എന്ന് പറയുന്നത് ഡൽഹിയുടെയൊക്കെ അപ്പുറത്തേക്ക് പരന്നു കിടക്കുന്ന വളരെ വിശാലമായ അധികാരപരിധി ഉണ്ടായിരുന്ന രാജാവാണ് അജ്മീർ രാജാവ്. അദ്ദേഹത്തിന്റെ കിസ്ര രാജാവിന്റെ പ്രൗഢി പറയുന്നത് പോലെയാണ് പൃഥ്വിരാജന്റെ അധികാരത്തിന്റെ പരിധിയെക്കുറിച്ചൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഈ പൃഥ്വിരാജനോട് നേരത്തെ തന്നെ ജ്യോത്സ്യന്മാർ
നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന, ഭരണം തകരാൻ കാരണമാകുന്ന ഒരു മനുഷ്യന്റെ, ഒരാളുടെ രംഗപ്രവേശനത്തിനുള്ള വഴി കാണുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ സൂചന നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും പ്രത്യേക നിരീക്ഷകരെയും കാവൽക്കാരെയും നിശ്ചയിക്കുകയും അങ്ങനെ കാവൽക്കാർ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയാൽ, സംശയാസ്പദമായി കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ മൽപിടുത്തത്തിലൂടെയോ മസിൽ പവർ കൊണ്ടോ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുതെന്നും മറിച്ച് അദ്ദേഹത്തെ തന്ത്രത്തിലൂടെ വേണം കീഴിലാക്കാനെന്നും നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ആ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അങ്ങനെ മഹാനവർകൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവിടെ മഹാനായ അഷേഖ് മക്കി എന്നവരുടെ മദാറിന്റെ മക്ബറയുടെ സമീപത്ത് കുറച്ചു കാലം താമസിച്ചു. ആ ഖാജ തങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ധാരാളം ആളുകൾ തന്നിലേക്ക് ആകർഷിക്കുന്നു, തന്റെ അടുത്ത് വരുന്നു. തന്റെ സ്വഭാവവും തന്റെ പെരുമാറ്റവും തന്റെ ശൈലിയും ഒക്കെ കണ്ട് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ, കുഫറിന്റെ ഇരുട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ അല്ലാഹു തആല അവസരമുണ്ടാക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്റെ ലക്ഷ്യത്തിന്റെ യഥാർത്ഥ പർപ്പസായിട്ടുള്ള അജ്മീറിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അജ്മീറിലേക്ക് മഹാനും തന്റെ കൂടെയുള്ള ഖാദിമീങ്ങളും അവരെത്തുന്നു. അങ്ങനെ രാജാവിന്റെ ഒട്ടകങ്ങൾ രാത്രി കിടക്കുന്ന ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ സമീപത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു തണലിൽ മഹാനായ ഖാജ തങ്ങളും അതേപോലെ കൂടെയുള്ള പരിവാരങ്ങളും ഇറങ്ങുന്നു. അങ്ങനെ അവരവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ വാച്ച്മാൻ വന്ന് അയാൾ പറയുന്നു, ഇവിടെ നിങ്ങൾക്കാർക്കും നിൽക്കാൻ പാടില്ല, ഇത് രാജാവിന്റെ ഒട്ടകം കിടക്കുന്ന സ്ഥലമാണ്. ഒട്ടകം കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഖാജ തങ്ങൾ പറഞ്ഞു, ശരി, നഖൂമു മിൻഹുന, ഞങ്ങൾ ഇവിടുന്ന് അടിക്കാം, വല്യൽതജി ഫീഹി ജമലുക, ഒട്ടകം അവിടെ കടന്നോട്ടെ എന്നാണ്. ഒട്ടകം ഇനി ഇവിടെ കിടക്കട്ടെ എന്നാണ് ഷെയ്ഖ് അവർ പറഞ്ഞത്. പിന്നീട് അവർന്ന് എഴുന്നേറ്റ് അന്നാസാഗർ എന്ന തടാകത്തിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ടവർ മറ്റൊരു സ്ഥലത്ത് ചെറിയൊരു ഒരു വിശ്രമസ്ഥലം അല്ലെങ്കിൽ വിവാദത്തിനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമുണ്ടാക്കി അവിടേക്ക് തന്റെ താമസം മാറ്റി. പക്ഷെ ഈ ഒട്ടകങ്ങൾ പിന്നീട് അവിടുന്ന് എഴുന്നേൽക്കുന്നേയില്ല. കാരണം ഖാജ തങ്ങൾ പറഞ്ഞതാണല്ലോ ഒട്ടകം അവിടെ കിടന്നോട്ടെ. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അന്നാസാഗർ എന്ന ഈ തടാകത്തിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളും കൂടെയുള്ളവരും എത്തുകയും ആ അന്നാസാഗറിൽ നിന്ന് വെള്ളമെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഐത്താചരണത്തിന്റെയൊക്കെ വല്ലാത്ത ആൾരൂപങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്നൊരു സമൂഹം അവർക്ക് ഈ മുസ്ലിമീങ്ങളിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വെള്ളമെടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. മഹാനായ ഷെയ്ഖ് സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, ശരി പുലരാനുള്ള സമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ പറയുകയും തന്റെ ഖാദിമിനോട് ഒരു പാത്രം കൊടുത്തിട്ട് ഇതിൽ വെള്ളമെടുത്തു വരാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ ആ അന്നാസാഗറിൽ നിന്ന് ഈ പാത്രത്തിൽ വെള്ളമെടുത്തപ്പോൾ അന്നാസാഗറിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ വെള്ളം പിന്നീട് കാണാതാവുകയും ജനങ്ങൾ വെള്ളമില്ലാതെ ദാഹിച്ച് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അവരെല്ലാവരും ബേജാറോടുകൂടെ ഷെയ്ഖ് അവറുകളുടെ അടുത്ത് വന്ന് ക്ഷമാപണം നടത്തുകയും താഴ്മ കാണിക്കുകയും ചെയ്തപ്പോൾ മഹാനവറുകളുടെ സഹജമായ കാരുണ്യം, ആ കാരുണ്യബോധം ഉണരുകയും മഹാനായ ഖാജ തങ്ങൾ ആ ഖാദിമിനോട് ആ എടുത്ത വെള്ളം അന്നാസാഗറിൽ തന്നെ ഒഴുക്കാൻ വേണ്ടി പറയുകയും അതൊഴുക്കിയപ്പോൾ വെള്ളം വീണ്ടും വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ രാജാവിന്റെ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന വിവരം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വാച്ച്മാൻ വന്ന് അല്ലെങ്കിൽ പാറാവുകാരൻ വന്ന് ഈ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പറഞ്ഞു, ശരി, നീ പോയിക്കോ, നിന്റെ ഒട്ടകങ്ങൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഇനി ഡയറക്ട്ലി ഖാജ തങ്ങളെയോ അല്ലെങ്കിൽ വിശ്വാസികളെയോ തടയുക എന്നത് പ്രായോഗികമല്ല എന്ന ചിന്ത ഈ അവിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരികയും പൃഥ്വിരാജനും അവന്റെ ആളുകളും ഇനി എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ അവർ നേരിട്ട് ഏറ്റുമുട്ടാൻ വരുന്നില്ലെങ്കിലും മനസ്സാകെ വല്ലാത്തൊരു അസ്വസ്ഥമായ സാഹചര്യത്തിലാണ്. ഈർഷ്യതയും വെറുപ്പും ഈ ഇസ്ലാമിനോടും അതേപോലെ ഖാജ തങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷവും ഒക്കെ മനസ്സിലിങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ് അവർക്ക്. മുസ്ലിമീങ്ങളെ ഇവിടുന്ന് പുറത്താക്കണം, അതിനെന്തു ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചു. അങ്ങനെ സംഘമായി ചേർന്നുകൊണ്ട് കല്ലും വടിയും
എല്ലാ അക്രമത്തിനു വേണ്ട സംവിധാനങ്ങളും കോപ്പും കൂട്ടിക്കൊണ്ട് അവർ നേരെ ഖാജാ തങ്ങളുടെയും അനുയായികളുടെയും അടുത്തേക്ക് കുതിക്കുകയാണ്. അങ്ങനെ ഖാജാ തങ്ങളുടെ അടുത്തേക്ക് ഈ നിയന്ത്രണം വിട്ട സമൂഹത്തിന്റെ കുത്തൊഴുക്ക് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഒരു പിടി മണ്ണെടുത്ത് ആയത്തുൽ കുർസി എന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ സൂക്തം അത് പാരായണം ചെയ്ത് അവർക്ക് നേരെ ആ മണ്ണ് കൊണ്ട് എറിഞ്ഞു. ആ മണ്ണ് ശരീരത്തിൽ തട്ടിയവർക്കാർക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം അവരെല്ലാവരും ഖാജാ തങ്ങളുടെ അത്ഭുതം ഇവിടെയും കാണുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ പരിഭ്രമത്തോടുകൂടെ അതിലേറെ ബേജാറോടുകൂടെ പിന്തിരിഞ്ഞോടുകയും സംഗതി ഇടക്കിടപ്പ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരാളായിരുന്നു ഷാദി ദൈവ് എന്ന് പറയുന്ന മാന്ത്രികൻ. ആ മാന്ത്രികന്റെ അടുത്ത് പോയിട്ട് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അദ്ദേഹം മാന്ത്രികനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം മാന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ശിഷ്യന്മാരുമുണ്ട്. അവർ ഖാജാ തങ്ങളെ ഓടിക്കാനുള്ള പല പദ്ധതികളും തയ്യാറാക്കി ധാരാളം അത്ഭുതകരമായ പ്രവർത്തനങ്ങളുമായി പെർഫോമൻസുമായി ഖാജാ തങ്ങളെ ഓടിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നു. അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ മഹാനായ ഖാജാ തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ലാ തഖാഫു ഇന്നല്ലാഹ മഅനാ, ആരും ഭയപ്പെടേണ്ട, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. എന്നാൽ ഖാജാ തങ്ങൾ നേരെ ഈ ഷാദി ദൈവ് എന്നതിന്റെ ലീഡറെ അദ്ദേഹത്തെ ഒന്ന് ഇരുത്തം വന്നൊരു നോട്ടം നോക്കി. ആ നോട്ടം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകൃതി തന്നെ മാറിപ്പോയി. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പിശാചുക്കളെല്ലാം ശരീരത്തിൽ നിൽക്കാനാവാതെ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. കാഴ്ചപ്പാടുകൾ തന്നെ മാറി. അങ്ങേയറ്റത്തെ ശാസ്ത്രവത്തിന്റെ ഈർഷ്യതയുടെ മനസ്സുമായാണ് ഖാജാ തങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെങ്കിൽ മഹാനവറുകൾ ബഹുമാനത്തോടുകൂടെ ഖാജാ തങ്ങളെ സ്വീകരിക്കുന്ന മനസ്ഥിതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഖാജാ തങ്ങളുടെ സമീപത്തേക്ക് വരുന്നില്ല. അതായത് ഖാജാ തങ്ങളെ ഓടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, തന്റെ ശിഷ്യന്മാരോട് അദ്ദേഹത്തൊന്നും ചെയ്യരുതെന്ന് വിലക്കുകയും കൂടെ ചെയ്തപ്പോൾ ശിഷ്യന്മാർക്കാകെ ദേഷ്യം പിടിക്കുകയും ഗുരുവിനെ അവർ കല്ലെറിയുകയും അതേപോലെ തന്നെ ചീത്ത പറയുകയും എല്ലാം ചെയ്തു. ഷാദി ദൈവം തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തിനാവും വിധത്തിൽ ഇവർക്ക് നേരെ അങ്ങോട്ടും കല്ലെറിയുകയും പലതും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗുരുവിന്റെ അപ്പോഴത്തെ ദയനീയമായ അവസ്ഥ കണ്ട് ഖാജാ തങ്ങൾ വിഷമം തോന്നുകയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു കുറച്ച് വെള്ളം കൊടുത്തേക്കുകയും ചെയ്തു. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഖാജാ തങ്ങളുടെ സമീപത്ത് വന്ന് അദ്ദേഹം വിശ്വാസം പ്രഖ്യാപിച്ചു. സയദി എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ വാർത്ത കൂടി നാട്ടിൽ പരന്നതോടുകൂടെ പൃഥ്വിരാജന് നേരത്തെ ജ്യോത്സ്യന്മാർ തന്നോട് പറഞ്ഞ കാര്യം അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്ന അതിന്റെ പുലർച്ചയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധം വന്നു. അപ്പോഴാണ് ഷാദി ദൈവിന്റെയും മേലെയുള്ള അദ്ദേഹത്തെക്കാളും ഖേമനായിട്ടുള്ള യുദ്ധങ്ങളിലും മറ്റുമൊക്കെ ഒരുപാട് സഹായത്തിന് താൻ വിളിക്കാറുള്ള ജയ്പാൽ ജോഗി എന്ന് പറയുന്ന മറ്റൊരു മാന്ത്രികനെ കുറിച്ച്, മഹാമാന്ത്രികനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഈ രാജാവിന്റെ പൃഥ്വിരാജിന്റെ കുടുംബക്കാരൻ കൂടിയാണ് എന്ന് ചരിത്രം പറയുന്നു. ഏതായാലും അദ്ദേഹത്തെ കൂടി വിവരമറിയിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ വന്ന ആളുകളെ ഇവിടുന്ന് ഓടിക്കണം, ഇവർ നാട്ടിൽ നിന്നാൽ നമുക്ക് അപകടമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ അവരെ ഓടിക്കുകയും ചെയ്യാം, പക്ഷേ അർഹമായ പ്രതിഫലം എനിക്കും എന്റെ ശിഷ്യന്മാർക്കും തരണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തന്നേക്കാമേ എന്ന അർത്ഥത്തിൽ പൃഥ്വിരാജൻ പറയുകയും അങ്ങനെ ഒരു വലിയ ഒരുക്കങ്ങൾ നടത്തി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും വിധത്തിലുള്ള അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങൾ, പാമ്പും തേളുകളും ഒക്കെ ആയിട്ട് തീയു അടക്കമുള്ള എല്ലാ അത്ഭുതങ്ങളുടെ അകമ്പടിയോടുകൂടെ അവർ വരുന്നു. പക്ഷെ അവരുടെ വരവ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ എന്ത് ചെയ്യുന്നു? ഖാജാ തങ്ങൾ ഒരു ദീർഘമായ ഒരു വിശാലമായ ഒരു വട്ടം വരച്ചൊരു വൃത്തം, ആ വൃത്തം വരച്ചിട്ട് പറഞ്ഞു, ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, കൂനു ദാഖിലഹ, നിങ്ങൾ എല്ലാവരും ഇതിന്റെ അകത്ത് നിൽക്കണം, ഒരിക്കലും തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഓരോ സംഗതികളുമായിട്ട് ഈ വൃത്തത്തിന്റെ പരിസരത്തേക്ക് വരെ എത്തും. ഇവര് അയക്കുന്ന കല്ലും അതേപോലെ തന്നെ വടിയൊക്കെ പാമ്പായിട്ട്, അതേപോലെ തേളായിട്ട്, അതുപോലെ തീപ്പന്തമായിട്ടൊക്കെ ഇങ്ങനെ വരും. പക്ഷെ ഈ വൃത്തത്തിന്റെ അടുത്തെത്തിയ അത് അങ്ങനെ തന്നെ അങ്ങ് അസ്തമിച്ചു പോകുന്ന, കാണാതാവുന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ ചത്തുവീഴുന്ന അത്ഭുതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാണുന്നത്. ആ ഒരു അവസ്ഥ കണ്ടപ്പോ പൃഥ്വിരാജ്, ഈ ജയ്പാൽ ജോഗി എന്ന് പറയുന്ന ആളുടെ ശിഷ്യന്മാർ, അവരുടെ എല്ലാ പദ്ധതികളും തകർന്നു. ശിഷ്യന്മാരാണ് ആദ്യമൊക്കെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശിഷ്യന്മാരുടെ എല്ലാ പദ്ധതികളും തകർന്നു എന്ന് കണ്ടപ്പോ ജയ്പാൽ തന്നെ, അതായത് ഗുരു തന്നെ നേരിട്ട് മുന്നിട്ടിറങ്ങി ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇൻകുന്ത തുരീദുൽ ഹയാത്ത ഉഖ്റുജ മിൻ ബിലാദിന വഇല്ല അഅമാലല്ലാത്ത ബഖാ ഹയാതുക, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഞാൻ ചില പരിപാടികൾ ഇവിടെ നടത്തും, അത് നടത്തിയാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് ഖാജാ തങ്ങൾ പറഞ്ഞു, ഫലിമ തൻതളിർ യഅമൽ,
എന്തിനാ കാത്തു നിൽക്കണേ, ചെയ്തോളൂ, നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ജയ്പാൽ ജോഗിക്ക് ഒന്നുകൂടി ദേഷ്യം വർദ്ധിക്കുകയും അദ്ദേഹം അന്തരീക്ഷത്തിൽ ഒരു ജീവിയുടെ തോല്, അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ഒരു തോല് വിരിച്ച് അതിലേക്കങ്ങ് ചാടിക്കയറിയിട്ട് അന്തരീക്ഷത്തിൽ അദ്ദേഹം ഇങ്ങനെ പറന്ന് മേലോട്ട് പോവുകയാണ്. ആളുകളുടെ കണ്ണിലൊന്നും പെടാത്ത അത്ര ഉയരത്തേക്ക് അദ്ദേഹം പാറിപ്പോവാണ്. ആ പാറിപ്പോകുന്ന അവസ്ഥ കണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ തന്റെ ഒരു ചെരുപ്പെടുത്ത് ആ ചെരുപ്പിനോട് പറഞ്ഞു, അയാൾക്ക് വേണ്ടത് എന്താണെങ്കിൽ കൊടുത്തേക്ക്. ആ ചെരുപ്പ് അതേപോലെ ഉയർന്നു പൊങ്ങിയിട്ട് ദേ കിടക്കണ് ജയ്പാൽ ജോഗിയുടെ തലക്ക്. ആ ചെരുപ്പ് ഒരു അടി കൊടുത്തപ്പോൾ ആ ജയ്പാൽ ജോഗി നേരെ താഴെ വന്ന് വീഴുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ ജയ്പാൽ ജോഗിയെ പരാജയപ്പെടുത്തി എന്ന് വന്നപ്പോ രാജാവിനും അതേപോലെ കൂടെയുള്ള ആളുകൾക്കൊക്കെ വല്ലാത്ത ബേജാറും പരിഭ്രമവും ഉണ്ടായി. എന്ന് മാത്രമല്ല, ജയ്പാൽ ജോഗി പാക ഒരു വഷളായ അവസ്ഥയിലെത്തി. അദ്ദേഹം ഇതുവരെ പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചിട്ടില്ലാത്ത ആളാണ്. അദ്ദേഹവും വല്ലാത്ത വിഷമത്തിലായി. എന്നുമാത്രമല്ല, അയാളുടെ കാഴ്ചപ്പാട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ജയ്പാൽ ജോഗിയെ കൈയൊഴിക്കുന്ന അവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ നേരത്തെ ഷാദി ദൈവിന് കൊടുത്തതുപോലെ ഒരൽപ്പം വെള്ളം കൊടുത്തയച്ചു. ആ വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറുകയും ഷെയ്ഖ് അവർകളുടെ അടുത്ത് വന്ന് പശ്ചാത്തപിച്ച് നന്നാവുകയും അബ്ദുള്ള എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. അബ്ദുള്ള എന്ന നാമം സ്വീകരിച്ചപ്പോൾ ജയ്പാൽ ജോഗിയോട്, അഥവാ ഇപ്പൊ അബ്ദുള്ള എന്ന നാമം സ്വീകരിച്ചവരോട് ഖാജ തങ്ങൾക്ക് വലിയ ഇഷ്ടവും താല്പര്യവും തോന്നി. അപ്പൊ മഹാനായ അബ്ദുള്ള എന്നവർ പറഞ്ഞു, ഞാൻ അവിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇസ്ലാം മതത്തിലെ ഏറ്റവും ആത്മീയമായ സ്ഥാനമാനങ്ങളുടെ വർധനം എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ ഷെയ്ഖ് ഖാജ തങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പറന്നു വരികയും അത്ഭുതകരമായ ധാരാളം പ്രാപഞ്ചിക രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതെല്ലാം കണ്ട് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇനിയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജയ്പാൽ ജോഗി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഖാദിമായി, സേവകനായി എല്ലാ കാലത്തും ദീർഘമായ കാലം ജീവിക്കാനുള്ള അവസരമുണ്ടാകണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച മരണത്തിന്റെ അവധി വരെ ഇവിടെ പരസ്യമായ ആളുകളുടെ മുന്നിൽ നിൽക്കാനും അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു തആല നൽകുന്ന അവന്റെ അടിമകളെ സഹായിക്കാനുള്ള പ്രത്യേകമായ പവറോടുകൂടെ ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അജ്മീറിലേക്കുള്ള വഴിതെറ്റുന്ന ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട്, അതേപോലെ ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടുമൊക്കെ സേവന രംഗത്ത് മുഴുകാനുള്ള അവസരം നൽകപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അബ്ദുള്ള ബയാബാനി എന്ന് ആർത്ഥത്തിൽ വിളിക്കുന്ന ആളുകൾക്ക് അജ്മീറിലേക്കുള്ള സഹായങ്ങൾ ലഭിക്കുന്ന അത്ഭുതകരമായ സാഹചര്യങ്ങളും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും നേരത്തെ ഷാദി ദൈവ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ ജയ്പാൽ ജോഗിയും പോയി. ഇത് രണ്ടും കൂടായപ്പോൾ അവിശ്വാസികളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അവരുടെ മനസ്സിൽ വല്ലാത്ത ഷെയ്ഖിനോട് അഥവാ ഖാജ തങ്ങളോട് വല്ലാത്ത ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഗാംഭീര്യം അവരോട് മനസ്സിൽ വന്നു. അപ്പൊ അവരെന്തായാലും ഇനി നമ്മൾ ഇവരോട് മുട്ടാൻ പോയിട്ട് കാര്യമല്ല, ഒരു മസ്ലഹത്തിന്റെ രത്നിപ്പിന്റെ ശൈലിയാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഷെയ്ഖ് ഖാജ തങ്ങൾ അവരുടേതായിട്ടുള്ള ജോലികളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊരു തീരുമാനത്തിൽ അവരെത്തി. പക്ഷേ അതിനിടക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാജ തങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷകരമായ കാര്യങ്ങൾ അഥവാ അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവിശ്വാസിയും മുസ്ലിമുകളിൽപ്പെട്ട ഒരാളും തമ്മിലൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൽ ന്യായവും ശരിയും വിശ്വാസിയുടെ പക്ഷത്താണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ മഹാനരായ ഖാജ തങ്ങൾ പൃഥ്വിരാജൻ എന്ന രാജാവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു വെച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വിഷയം സത്യം മുസ്ലിമിന്റെ പക്ഷത്താണ് ന്യായമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വിധി കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഭരണത്തിൽ ഇടപെടാൻ മാത്രം ഇയാൾ ആരാണാവോ എന്ന ആ ഒരു അഹങ്കാരം വീണ്ടും അയാളുടെ ജീവിതത്തിലേക്ക് വരികയും പൃഥ്വിരാജൻ മോശമായി സംസാരിക്കുകയും ചെയ്തു. അപ്പൊ മഹാനായ ഖാജ തങ്ങൾക്ക് ധർമ്മരോഷം അഥവാ സത്യത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യനുണ്ടാവേണ്ട ഒരു കമ്മിറ്റ്മെന്റ് അത് തന്റെ മനസ്സിൽ വരികയും രാജാവിനോട് അദ്ദേഹം ഖാജ തങ്ങൾ പറഞ്ഞു, അയ്യുഹൽ മലിക്കുൽ മഗ്റൂർ, കുടുങ്ങിപ്പോയ ചതിക്കപ്പെട്ടവനായ രാജാവേ, മൂഢനായ രാജാവേ, ഇന്നി ഉഴ്ത്തീക ലിസ്സുൽത്താനി ശിഹാബുദ്ദീൻ അൽ ഖൂരി അസീറൻ മുഖയ്യദൻ. ശിഹാബുദ്ദീൻ ഖൂരി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം പണ്ട് ഈ പൃഥ്വിരാജനുമായുള്ള ഒരു പോരാട്ടത്തിൽ അങ്ങേറ്റം തോറ്റ് വഷളായി പോയിട്ടുള്ള ആളാണ്. എന്നാൽ ആ ശിഹാബുദ്ദീൻ ഖൂരിയുടെ കയ്യിലേക്ക് നിങ്ങളെ ഞാൻ ചെങ്ങലകളിൽ ബന്ധിച്ച് ഒരു തടവ് പുള്ളിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം ഗൗരവതരമായ ചർച്ചയിലേക്ക് മാറുകയും സുൽത്താൻ ശിഹാബുദ്ദീനും ഖാജ തങ്ങൾ വിവരം കൊടുക്കുകയും
പിന്നീട് പൃഥ്വിരാജന്റെ പട്ടാളവും അതേപോലെ തന്നെ സുൽത്താൻ ഷിഹാബുദ്ദീന്റെ പട്ടാളവും തമ്മിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയും ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും വിശ്വാസത്തിന്റേതായിട്ടുള്ള വിജയം, അതോടൊപ്പം തന്നെ ഖാജാ തങ്ങളുടെ ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാം കൂടി ഷിഹാബുദ്ദീൻ ഖൂരി എന്നിവർ വിജയം വരിക്കുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പൃഥ്വിരാജന്റെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മഹാനായ ഖാജാ തങ്ങൾ അങ്ങേയറ്റം ആത്മീയമായ ആ ഔന്നിത്യത്തോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളെയും, വിശ്വാസികളെ മാത്രമല്ല മതസൗഹാർദ്ദത്തിന്റെ ഒരു കേളീരംഗമായി ആ അജ്മീറും പരിസരവും മാറാൻ പറ്റും വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മഹാനായ ഖാജാ തങ്ങൾ ഇന്നും സുൽത്താനുൽ ഹിന്ദായി തന്നെ, അഥവാ അജ്മീറിന്റെ ഭരണാധികാരി, ഇന്ത്യയുടെ ഭരണാധികാരി എന്ന നിലക്ക് തന്നെ എത്ര കൊടിയ വർഗീയവാദികളായ ഭരണാധികാരികളാണെങ്കിൽ പോലും മഹാനായ ഖാജാ തങ്ങളെ അവഗണിക്കാൻ പറ്റാത്ത വിധം അവരെല്ലാവരും അജ്മീറിലെത്തുകയും ഖാജാ തങ്ങളുടെ മുന്നിൽ ബഹുമാനത്തോടുകൂടെ അവിടെ വന്നു പോയിട്ടല്ലാതെ അധികാരം പോലും ഏൽക്കാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും അவ்விധത്തിൽ മഹാനായ ഖാജാ തങ്ങളുടെ സംഭവബഹുലമായ ജീവിതം അജ്മീറിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായി, ഈ ലോകത്തോട് വിട പറയാനുള്ള സമയമായി. 102 വയസ്സിലേക്ക് കടക്കുകയാണ് മഹാനവർകൾ. ഈ ലോകത്തോട് വിട പറയാനുള്ള സമയമായെന്ന് മനസ്സിലാക്കി ഒരു ദിവസം തന്റെ റൂമിലേക്ക് പ്രവേശിച്ച് വാതിലുകൾ അടച്ചു. റജബ് മാസം ഹിജ്റയുടെ 632 റജബ് മാസം 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ മഹാനവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് കാണിച്ചു തന്ന മഹിതമായ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പുലർത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തെ പരമാവധി ബ്രീഫ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ സിയാറത്ത് ചെയ്യാനും അതേപോലെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അവിടുത്തെ മഹാന്മാരായിട്ടുള്ള ശിഷ്യന്മാർ, ബഖ്തിയാർ കാക്കിർ ദഹ്ലവി പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള ശിഷ്യന്മാരുടെ ആത്മീയ നേതൃത്വവും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ത്യ രാജ്യത്ത് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള സൂഫിയാക്കളുടെ, ഔലിയാക്കളുടെ നിറഞ്ഞ സാന്നിധ്യം വിശുദ്ധ ഇസ്ലാമിന്റെ അതിശക്തമായിട്ടുള്ള പ്രചരണത്തിനും പ്രവർത്തനത്തിനും ഈ സത്യത്തിന്റെ വെളിച്ചം ആളുകളുടെ മനസ്സിലേക്ക് എത്താനുമൊക്കെ കാരണമായിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം അത് നമ്മൾ തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഉൾപ്പെടെ എല്ലാ ഔലിയാക്കളോടുമുള്ള ആത്മബന്ധം സുദൃഢമാക്കാൻ ഒരു ഫാത്തിഹെങ്കിലും എല്ലാ ദിവസവും അവർക്കൊക്കെ ഓതി ഹദിയ ചെയ്യുന്ന ഒരു സമീപനവും ശൈലിയും നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള മഹാന്മാരോടൊക്കെയുള്ള ആത്മബന്ധമാണ് നമ്മുടെ വിജയത്തിന്റെ നിധാനമെന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് ഖാജാ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.